Morning all. Today let us start with a new topic. It is called switching. Okay, so what do you mean by switching? So before that we must know the concept of computer network. So what do you mean by a network? So network is actually a device or a mechanism to connect one or two devices. Okay, so why they are being connected? They are being connected to communicate with each other. Okay, അപ്പോൾ ഈ രണ്ട് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ഹാവിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോപ്പോളജീസ്. ഫോർ എക്സാമ്പിൾ സ്റ്റാർ ടോപ്പോളജി, then mesh topology. Okay, so different type of mechanisms are there to connect these two devices. Not only two devices, more than two devices can be connected and communicated through different types of topologies called star and mesh. But the star and mesh is having some limitations. Okay, if the number of systems are too high, that is we are having more than thousands or more than hundreds of systems are there, then this star and this mesh topology will be actually not feasible. In that case we will be using the technique called switching. So using switching will be able to connect a large number of devices, and those devices will be able to communicate with each other through one-to-one communication mode. അതായത് ഒരു സിസ്റ്റത്തിൽ നിന്ന് അടുത്ത സിസ്റ്റത്തിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ നിന്ന് തന്നെ തിരിച്ച് ഫസ്റ്റ് സിസ്റ്റത്തിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അങ്ങനെയുള്ള വൺ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ സ്വിച്ചിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഭയങ്കര യൂസ്ഫുൾ മെത്തേഡാണ്. അപ്പോൾ സ്വിച്ചിങ് എന്ന് ഉദ്ദേശിക്കുന്നതൊന്നുമല്ല, ഇറ്റ് ഈസ് എ മെത്തേഡ് ഓർ ഇറ്റ് ഈസ് എ മോഡ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ഓർ ടു കണക്ട് multiple devices and to communicate with each other. This is the concept. So let us see the introduction part. Whenever we have multiple devices, we have a problem of how to connect them to make one-to-one communication. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഡിവൈസസ് ഉണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ഡിവൈസസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവർ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഹൗ വിൽ ബി ഏബിൾ ടു കണക്ട് ദോസ് സിസ്റ്റംസ്? The possible solution that is being used is mesh topology and star topology. Okay, but these mesh and star topology is having certain limitations. What is the limitation? These are impractical and wasteful when applied to large network. Okay, വളരെ വലിയൊരു നെറ്റ്വർക്ക് ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ടോപ്പോളജീസ് ഒന്നും യൂസ്ഫുൾ ആയിട്ട് വരില്ല. Okay, so the better solution is the switching method. Okay, so how the switching can be done എന്നുള്ളതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. What is switching? A switched network consists of a series of interlinked nodes called switches. Okay, ഇപ്പോൾ സ്വിച്ച്ഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കുറേ ഇൻ്റർ കണക്റ്റഡ് നോഡുകളാണ്, അല്ലെങ്കിൽ സ്വിച്ചസ് ആണ്. ഇതിനെയാണ് നമ്മൾ സ്വിച്ചസ് എന്ന് പറയുന്നത്. ഓരോ സ്വിച്ച് ഈസ് കാപ്പബിൾ ഓഫ് കണക്റ്റിംഗ് മോർ ദാൻ വൺ ഡിവൈസസ്. ഓക്കെ, ഇപ്പോൾ ഒരു സ്വിച്ചിൽ ചിലപ്പം 3 ഡിവൈസോ അല്ലെങ്കിൽ 4 ഡിവൈസോ മാക്സിമം അപ് ടു 6 ഡിവൈസ് വരെ കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ സ്വിച്ചസ് തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്തിരിക്കുന്ന ആ നെറ്റ്വർക്കിനെയാണ് നമ്മൾ സ്വിച്ച്ഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സ്വിച്ചസ് എന്ന് പറയുന്നത്. സോ എ സ്വിച്ച്ഡ് നെറ്റ്വർക്ക് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് ഇൻ്റർലിങ്ക്ഡ് ഓർ ഇൻ്റർ കണക്റ്റഡ് നോഡ്സ് കോൾഡ് സ്വിച്ചസ്. ഇതിനെയാണ് നമ്മൾ നോഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദീസ് ആർ കോൾഡ് സ്വിച്ചസ്. സോ ഈച്ച് സ്വിച്ച് ഈസ് capable of creating a connection between 2 or more devices. ഓക്കെ, ഓരോ സ്വിച്ചിനും ഓരോ ഡിവൈസും പല ഡിവൈസുമായിട്ട് കണക്ഷൻ ഉണ്ടാവും. ഓരോ സ്വിച്ചിലും ഒന്നിലധികം ഡിവൈസസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഒരു സ്വിച്ച് നെറ്റ്വർക്ക് വഴി നമ്മൾ ഒരു കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ നോഡ്സിനെ കണക്ട് ചെയ്തേക്കുന്ന മെക്കാനിസമാണത്. ഓക്കെ, ഇവിടെ നമുക്ക് 1 2 3 4 5 സ്വിച്ചസ് ഉണ്ട്. ഓക്കെ, ഓരോ സ്വിച്ചിലും നമ്മൾ മോർ ദാൻ 1 ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ 3 ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ സ്വിച്ചിലേക്ക് പോകുന്നു. ഈ സ്വിച്ചിൽ നമ്മൾ വേറൊരു നോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വേറൊരു നോഡ്. അങ്ങനെ നമ്മൾ ഓരോ സ്വിച്ചിലും നമ്മൾ ഓരോ ഡിവൈസസിന് മോർ ദാൻ വൺ ഡിവൈസസിന് നമ്മൾ
കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ ആർക്കിടെക്ചർ ഓഫ് എ സ്വിച്ച്ഡ് നെറ്റ്വർക്ക്. ഓക്കെ, same figure. A switched network classification. A switched network is actually classified into 3 types. The first one is circuit switched network, packet switched network, and message switched network. Okay, the syllabus we are having only 2 types of networks: circuit switched and packet switched. Okay, so first we are going to see about circuit switched network. Circuit switched network. A circuit switched network, it consists of set of switches connected by a physical links. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ സ്വിച്ചസ് ഇൻ്റർ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു നെറ്റ്വർക്കാണ് നമ്മൾ ഈ സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. എ കണക്ഷൻ ബിറ്റ്വീൻ 2 സ്റ്റേഷൻ ഈസ് എ ഡെഡിക്കേറ്റഡ് പാത്ത് മെയ്ഡ് അപ്പ് ഓഫ് 1 or more ലിങ്ക്. അതായത് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് പോകണമെങ്കിൽ അതിനൊരു ഡെഡിക്കേറ്റഡ് പാത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്കാണ്. അപ്പോൾ ഇതിന് നമ്മൾ എ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടറിന് നമുക്ക് എം എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഡെഡിക്കേറ്റഡ് പാത്ത് ഈ സ്വിച്ചസ് ക്രിയേറ്റ് ചെയ്യും. ഫസ്റ്റ് ഈ സ്വിച്ച് എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് എ വിൽ ബി കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ ഫസ്റ്റ് സ്വിച്ച്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്വിച്ചിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും ഐ വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ നോഡ് എം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എ വിൽ കോൺടാക്ട് ദിസ് ഫസ്റ്റ് സ്വിച്ച് ആൻഡ് ദ ഫസ്റ്റ് സ്വിച്ച് വിൽ ഡയറക്റ്റ് the A to communicate with the first it will establish a connection with the first switch will establish a connection with the fourth switch, and the fourth switch again will establish a connection with the third switch, and the third switch will actually create a path to the node M. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ പറയുന്നത് എ കണക്ഷൻ ബിറ്റ്വീൻ 2 സ്റ്റേഷൻസ്. ഓക്കെ, ഇപ്പോൾ ഇത് 2 സ്റ്റേഷൻസാണ്. കണക്ഷൻ ബിറ്റ്വീൻ 2 സ്റ്റേഷൻ ഈസ് എ ഡെഡിക്കേറ്റഡ് പാത്ത്. ഓക്കെ, ഡെഡിക്കേറ്റഡ് പാത്ത് മെയ്ഡ് ഓഫ് 1 or more ലിങ്ക്സ്. അപ്പോൾ ഈ ലിങ്കിൽ നിന്ന് ഈ ലിങ്കിലേക്കുള്ള ഒരു ഡെഡിക്കേറ്റഡ് പാത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഈച്ച് കണക്ഷൻ യൂസസ് ഓൺലി 1 ഡെഡിക്കേറ്റഡ് ചാനൽ. അതായത് ഇപ്പോൾ എയും എമ്മും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാത്ത് മാത്രമേ നമ്മൾ സെറ്റ് ചെയ്യത്തുള്ളൂ. ഒരു ഡെഡിക്കേറ്റഡ് ചാനൽ അതിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യും. ഓക്കെ, ആദ്യം നമ്മൾ എയും എമ്മും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിക്വസ്റ്റും എല്ലാം കൊടുത്തിട്ട് ആദ്യം ആ ലൈൻ എസ്റ്റാബ്ലിഷ് ചെയ്യും, അല്ലെങ്കിൽ ആ പാത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിനുശേഷം എല്ലാ റിസോഴ്സസും എയ്ക്കും എമ്മിനും വേണ്ടി അലോക്കേറ്റ് ചെയ്യും. അതായത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ നമുക്ക് ഒരുപാട് റിസോഴ്സ് ആവശ്യമാണ്. ഓൾ ദോസ് റിസോഴ്സ് വിൽ ബി അലോക്കേറ്റഡ് ടു എ ആൻഡ് എം. Okay, and they will start communicating. After the communication is over, the connection is released. Okay, ആ കണക്ഷൻ നമ്മൾ റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യുന്നത് നമ്മൾ ടിയർ ഡൗൺ എന്നൊക്കെ പറയാം. ഒരു ടേംസ് ഉണ്ട്, ആ ടേംസ് നമ്മളിനി പഠിക്കും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ കണക്ഷൻ ബിറ്റ്വീൻ 2 സ്റ്റേഷൻസ് എ ഡെഡിക്കേറ്റഡ് പാത്ത് മെയ്ഡ് അപ്പ് ഓഫ് 1 or more links. Each connection uses only 1 dedicated channel on each link. ഓക്കെ, ഓരോ കണക്ഷനും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഈച്ച് ലിങ്ക് ഈസ് ഡിവൈഡഡ് ഇൻ ടു N ചാനൽസ് യൂസിങ് FDM or TDM. അതായത് ഈ ലിങ്ക് എന്ന് പറയുന്ന ഈ സ്വിച്ചസ് തമ്മിലുള്ള ഈ കണക്ഷനെയാണ് നമ്മൾ ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലിങ്ക് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഹാവിങ് മൾട്ടിപ്പിൾ ചാനൽസ്. അതായത് പല പല കമ്പ്യൂട്ടേഴ്സിൽ നിന്ന് വരുന്ന യൂണിറ്റുകൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒറ്റ ചാനലിൽ കൂടെ നമ്മൾ കടത്തിവിടുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ സ്വിച്ച് നോക്കുക. ഈ സ്വിച്ചിൽ നമുക്ക് എത്ര നോട്ട്സ് കണക്ട് ചെയ്യാൻ പറ്റും? 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ ഈ 6 നോഡിൽ നിന്നുള്ള 6 നോട്ട്സ് എന്നുള്ള ചാനലുകൾ, ആ ലിങ്കുകളെല്ലാം കൂടെ ഒറ്റ ലിങ്കായിട്ടാണ് നമ്മൾ ഈ ചാനലിൽ കൂടെ പോകുന്നത്. ഓക്കെ, അതാണ് പറയുന്നത് ഈച്ച് ലിങ്ക്, ദീസ് ലിങ്ക് ഈസ് ഡിവൈഡഡ് ഇൻ ടു N ചാനൽസ്. ഓക്കെ, പല പല ചാനൽസിൽ നിന്ന് വരുന്ന ഇൻപുട്ടുകൾ നമ്മളൊരു സിംഗിൾ ലൈനിലേക്ക് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് ഓരോ ടെക്നോളജീസ് ഉണ്ട്. ഏതൊക്കെയാണ്? നമ്മൾ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ഉണ്ട്, ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ഉണ്ട്. അതെല്ലാം വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് പറയുന്നത് ഈച്ച് ലിങ്ക് ഈസ് ഡിവൈഡഡ് ഇൻ ടു N ചാനൽസ്. Okay, each link is divided into N channels by using FDM or TDM.
ഓക്കെ, FDM ഓർ TDM വെച്ചിട്ട് മൾട്ടിപ്പിൾ ലിങ്ക്സ് എന്നുള്ള അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചാനൽസ് എന്നുള്ള ഇൻപുട്ടുകൾ നമ്മൾ ഈ ലിങ്കിലേക്ക് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് എയിൽ നിന്ന് എമ്മിലേക്ക് ഉള്ള കണക്ഷന് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് 3 ഫേസ് ഉണ്ട്. വി ആർ ഹാവിങ് 3 phases. ഫസ്റ്റ് വൺ ഈസ് സെറ്റപ്പ് ഫേസ്, സെക്കൻഡ് വൺ ഈസ് ഡാറ്റ ട്രാൻസ്ഫർ ഫേസ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ടയർ ഡൗൺ ഫേസ്. ഓക്കെ, ഫസ്റ്റ് വിൽ എക്സ്പ്ലെയിൻ ദ സെറ്റപ്പ് ഫേസ്. ഇപ്പോൾ എയിൽ നിന്ന് എമ്മിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ പോകണം. സോ വാട്ട് ദ എ ഡസ്, എ വിൽ സെൻഡ് എ റിക്വസ്റ്റ് ടു എം. ഓക്കെ, അപ്പം എയിൽ നിന്ന് ഒരു റിക്വസ്റ്റ് എമ്മിലേക്ക് പോകണം. അപ്പോൾ അത് എമ്മിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആ റിക്വസ്റ്റ് എവിടെയാണ് പോകേണ്ടത്? ഇറ്റ് ഈസ് ട്രാൻസ്ഫർ ടു ദ സ്വിച്ച് 1. ഓക്കെ, അപ്പോൾ ആ സ്വിച്ച് 1 എന്ത് ചെയ്യുന്നു? സ്വിച്ച് 1 അത് ആ അക്സെപ്റ്റ് റിക്വസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് സ്വിച്ച് 4 കൊടുക്കുന്നു, സ്വിച്ച് 4 സ്വിച്ച് 3 കൊടുക്കുന്നു, എന്നിട്ട് ആ റിക്വസ്റ്റ് എമ്മിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ എം റെഡി ആണെങ്കിൽ, കമ്മ്യൂണിക്കേഷന് വേണ്ടി റെഡി ആണെങ്കിൽ, എം വിൽ സെൻഡ് ആൻ അക്നോളജ്മെൻറ്റ് ബാക്ക് ടു എ ത്രൂ ദി സെയിം പാത്ത്. ഓക്കെ, എന്ന് റിക്വസ്റ്റ് വന്ന അതേ പാത്തിൽ കൂടെ എം ഒരു അക്നോളജ്മെൻറ്റ് തിരിച്ച് എയിലേക്ക് കൊടുക്കും. അക്നോളജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്നോളജ്മെൻറ്റ് മീൻസ് ഐ എം റെഡി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എ എന്നുള്ളൊരു മെസ്സേജാണ് അക്നോളജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും എ ഡെഡിക്കേറ്റഡ് പാത്ത് വിൽ ബി ക്രിയേറ്റഡ് ഫ്രം എ ടു എം. ഓക്കെ, എയിൽ നിന്ന് എമ്മിലേക്ക് ഒരു ഡെഡിക്കേറ്റഡ് പാത്ത് ക്രിയേറ്റ് ആവും. ക്ലിയർ? അപ്പോൾ ഇത് ഫസ്റ്റ് പറഞ്ഞ കേസാണ് നമ്മൾ ഈ സെറ്റപ്പ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കേസാണ് സെറ്റപ്പ് ഫേസ് എന്ന് പറയുന്നത്. അത് ആ റിക്വസ്റ്റ് ഓരോ സ്വിച്ച് വഴി കടന്ന് നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുക, പിന്നെ അവിടെ നിന്ന് ഒരു അക്നോളജ്മെൻറ്റ് തിരിച്ച് വരിക. അതാണ് സെറ്റപ്പ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡാറ്റ ട്രാൻസ്ഫർ ഫേസ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ആ ക്രിയേറ്റ് ചെയ്ത പാത്തിൽ കൂടെ ദേ വിൽ ട്രാൻസ്ഫർ ദ ഡാറ്റ. ഓക്കെ, ഇപ്പോൾ എയിൽ നിന്ന് ഇപ്പോൾ എമ്മിലോട്ടാകാം, അല്ലെങ്കിൽ എമ്മിൽ നിന്ന് തിരിച്ച് എയിലോട്ടാകാം, എങ്ങനെ വേണോ ഡാറ്റ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ ട്രാൻസ്ഫർ കൊടുക്കുന്നതിന് മുമ്പായിട്ട്, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് സർട്ടൺ റിസോഴ്സസ് നീഡ് ടു ബി അലോക്കേറ്റഡ്. ഓക്കെ, ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് എയും ബിയും അലോക്കേറ്റ് ചെയ്യണം. ഓക്കെ, ആ അലോക്കേഷനാണ് നമ്മൾ ഈ സെറ്റപ്പ് ഫേസിൽ നടക്കുന്നത്. അങ്ങോട്ട് അക്നോളജ്മെൻറ്റ് കൊടുക്കുന്നു, റിക്വസ്റ്റ് കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നില്ലേ, അതിലെല്ലാം നമുക്ക് അതിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും. ഈ റിസോഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്. സോഴ്സ് അഡ്രസ്സ് ഉണ്ടാവും, ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഉണ്ടാവും, അതിൻ്റെ ഡാറ്റ റേറ്റ് ഉണ്ടാവും, പിന്നെ അതിൻ്റെ ഫ്രീക്വൻസി, ഏത് ഫ്രീക്വൻസിയിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ബാൻഡ് വിഡ്ത്ത്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാമാണ് ഈ റിസോഴ്സ് എന്ന് പറയുന്നത്. അതെല്ലാം ഇതിന് വേണ്ടി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. എയുടെയും എമ്മിൻ്റെയും കമ്മ്യൂണിക്കേഷന് വേണ്ടി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞു, ഇനി അവർക്ക് ആ ഒരു പാത്ത് വേണ്ട. ഓക്കെ, ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ഞാൻ ഈ പറഞ്ഞ റിസോഴ്സസ് എല്ലാം അവർ ഡി അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, സോ ദിസ് എൻറ്റയർ റിസോഴ്സസ് വിൽ ബി ഡി അലോക്കേറ്റഡ്. ക്ലിയർ? ഇതിനെയാണ് നമ്മൾ ടിയർ ഡൗൺ ഫേസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് ടിയർ ഡൗൺ ഫേസ്. ക്ലിയർ? So the resources reserved during the setup phase is actually revoked or removed, okay, when the communication is over. That is called tear down phase. അങ്ങനെ 3 ഫേസാണ് നമുക്കിവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 phase ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എക്സ്പ്ലെയിൻ കൊടുക്കേണ്ടി വരും. ഇതാണ് അതിൻ്റെ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ആ തിയറിയാണ് ഇവിടെ എഴുതിയേക്കുന്നത്. When the end system A needs to communicate with the M, the system A needs to request a connection to M. Okay, എയിൽ നിന്ന് റിക്വസ്റ്റ് എമ്മിലേക്ക് പോകണം. That must be accepted by all switches as well as the M itself. അപ്പോൾ എല്ലാ സ്വിച്ച് വഴിയും അത് അക്സെപ്റ്റ് ചെയ്ത് അവസാനം അത് എമ്മിൽ എത്തിച്ചേരണം. ദിസ് ഈസ് കോൾഡ് സെറ്റപ്പ് ഫേസ്. ഈ സെറ്റപ്പ് ഫേസിലാണ് നമ്മൾ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നത്, അല്ലേ? ആഫ്റ്റർ ദ ഡെഡിക്കേറ്റഡ് പാത്ത് മെയ്ഡ് ബൈ ദ കണക്ഷൻ സർക്യൂട്ട് ഓർ ദ ചാനൽ ഈസ് എസ്റ്റാബ്ലിഷ്, ഡാറ്റ ട്രാൻസ്ഫർ ക്യാൻ ടേക്ക് പ്ലേസ്. ആ ഡെഡിക്കേറ്റഡ് പാത്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റ ട്രാൻസ്ഫർ നമുക്ക് ചെയ്യാൻ പറ്റും. ദ റിസോഴ്സസ് നീഡ് ടു ബി റിസർവ്ഡ് ഡ്യൂറിങ് ദ സെറ്റപ്പ് ഫേസ്. സെറ്റപ്പ് ഫേസിലാണ് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നത്. റിസോഴ്സ് എന്താണെന്ന് അറിയാമല്ലോ. ദ റിസോഴ്സസ് റിമെയിൻ ഡെഡിക്കേറ്റഡ് ഫോർ ദ എൻറ്റയർ ഡ്യൂറേഷൻ ഓഫ് ദ ഡാറ്റ ട്രാൻസ്ഫർ അൺടിൽ ദ ടിയർ ഡൗൺ ഫേസ്. ഇപ്പോൾ റിസോഴ്സ് എത്ര നേരം വരെ അവിടെ ഉണ്ടാവും? ടിയർ ഡൗൺ ഫേസ് വരുന്നവരെ, നമ്മൾ ടിയർ ഡൗൺ ഫേസ് എത്തുന്നവരെ
ആ റിസോഴ്സസ് അവിടെ തന്നെ ഉണ്ടാവും. ക്ലിയർ? ഇതാണ് ഇതിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ആ 3 ഫേസസ് കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യം സെറ്റപ്പ് ഫേസ് ആണ് പറയുന്നത്. ദിസ് ഈസ് സെറ്റപ്പ് ഫേസ്. പിന്നെ സിസ്റ്റം എ നീഡ്സ് ടു കണക്ട് ടു എം. എമ്മുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക? എ സെൻഡ്സ് എ സെറ്റപ്പ് റിക്വസ്റ്റ് ദാറ്റ് ഇൻക്ലൂഡ്സ് ദ അഡ്രസ് ഓഫ് സിസ്റ്റം എം ടു സ്വിച്ച് 1. ഓക്കെ, അപ്പോൾ ആ സെറ്റപ്പ് റിക്വസ്റ്റ് ആദ്യം പോവും. ആ സെറ്റപ്പ് റിക്വസ്റ്റിനകത്ത് എന്താ അടങ്ങിയിരിക്കുക? സെറ്റപ്പ് റിക്വസ്റ്റിനകത്ത് എമ്മിൻ്റെ അഡ്രസ്സ്, അതായത് എയിൽ നിന്ന് എമ്മിലോട്ടല്ലേ പോകേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു റിക്വസ്റ്റ് ഫസ്റ്റ് സ്വിച്ചിലേക്ക് കൊടുക്കും. ആ റിക്വസ്റ്റിനകത്ത് അടങ്ങിയിരിക്കുന്നത് എമ്മിൻ്റെ അഡ്രസ്സാണ്. അതായത് എനിക്ക് എമ്മിലോട്ടാണ് പോകേണ്ടതെന്നുള്ള ആ ഒരു അഡ്രസ്സാണ് കൊടുക്കുക. ദ സ്വിച്ച് 1 ഫൈൻഡ്സ് എ ചാനൽ ബിറ്റ്വീൻ ഇറ്റ്സെൽഫ് ആൻഡ് ദ സ്വിച്ച് 4. ഓക്കെ, അപ്പോൾ സ്വിച്ച് 1 ആ റിക്വസ്റ്റ് കിട്ടി കഴിയുമ്പോഴത്തേക്കും ഇനി എമ്മിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്നുള്ളത് അത് ചിന്തിക്കും. ഓക്കെ, അത് ചിന്തിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അത് ആലോചിക്കും. ഇപ്പോൾ 1 നിന്ന് നേരെ 4ലേക്കാണ് പോകേണ്ടതെന്നുള്ളത് അത് ചിന്തിക്കും. ഓക്കെ, അപ്പോൾ 1 നിന്നും 4ലേക്കും എന്ത് ചെയ്യുന്നു? ഒരു ചാനൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഓക്കെ, ദ സ്വിച്ച് 3 ഫൈൻഡ്സ് എ ചാനൽ ബിറ്റ്വീൻ ഇറ്റ്സെൽഫ് ആൻഡ് സ്വിച്ച് 4. ഓക്കെ, സ്വിച്ച് 3 അല്ല, സ്വിച്ച് 4 ആണ്. സ്വിച്ച് 4 ഫൈൻഡ്സ് എ ചാനൽ ബിറ്റ്വീൻ ഇറ്റ്സെൽഫ് ആൻഡ് സ്വിച്ച് 3 എന്നാണ് പറയാം. അടുത്ത ഇനി സ്വിച്ച് 4ൽ ആ റിക്വസ്റ്റ് എത്തി. ഇനി സ്വിച്ച് 4 എന്ത് ചെയ്യുന്നു? ഇറ്റ് വിൽ ഫൈൻഡ് എ പാത്ത് ഓർ എ ചാനൽ ബിറ്റ്വീൻ ഇറ്റ്സെൽഫ് ആൻഡ് ദ സ്വിച്ച് 3. ഓക്കെ, ദ സ്വിച്ച് 3 ഇൻഫോംസ് ദ സിസ്റ്റം എം ഓഫ് ദ സിസ്റ്റം എ's ഇൻറ്റൻഷൻ അറ്റ് ദിസ് ടൈം. ഇപ്പോൾ സ്വിച്ച് 3 ആണ് എന്തെന്ന് പറഞ്ഞു കൊടുക്കുന്നത്? എയുടെ റിക്വസ്റ്റ് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, എ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞ റിക്വസ്റ്റ് സ്വിച്ച് 3 ആണ് എമ്മിന് കൊടുക്കുക. ഓക്കെ, എം റെഡിയാണ്, കമ്മ്യൂണിക്കേഷൻ റെഡിയാണെങ്കിൽ ഇറ്റ് വിൽ സെൻഡ് ആൻ അക്നോളജ്മെൻറ്റ് ഫ്രം ദ സിസ്റ്റം എം ഈസ് സെൻഡ് ടു എ. എം എന്ന് അക്നോളജ്മെൻറ്റ് ആ സെയിം പാത്തിൽ കൂടെ പോകും. ഓൺലി ആഫ്റ്റർ സിസ്റ്റം എ റിസീവ്സ് ദിസ് അക്നോളജ്മെൻറ്റ് ദ കണക്ഷൻ ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. ഓക്കെ, എ ആ അക്നോളജ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ, അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യുന്നു, എം എന്ന് സെൻഡ് ചെയ്ത് എയിലോട്ട് എത്തുന്നു, എ അത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ എന്താവുന്നു? കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവുന്നുള്ളൂ. ഇതാണ് സെറ്റപ്പ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡാറ്റ ട്രാൻസ്ഫർ ഫേസ് എന്താണ്? ആഫ്റ്റർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ ഡെഡിക്കേറ്റഡ് സർക്യൂട്ട് ഓർ എ ചാനൽ ദ 2 പാർട്ടീസ് ക്യാൻ ട്രാൻസ്ഫർ ഡാറ്റ. ഓക്കെ, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ടിയർ ഡൗൺ ഫേസ് എന്താണ്? when none of the parties need to disconnect, the signal is sent to each switch to release. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി, ഇപ്പോൾ എമ്മിന് കണക്ഷൻ വേണ്ട, ഇനി ഡിസ്കണക്ട് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞു, ഇപ്പോൾ ഇനി ഡിസ്കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ സ്വിച്ചിനും നമ്മളത് അറിയിക്കും, ആ എം അത് അറിയിക്കും. ഓക്കെ, ഓരോ സ്വിച്ചിൽ നിന്നും ആ കണക്ഷൻ റിലീസ് ചെയ്താണ് പോവുക. ഓക്കെ, എന്നിട്ട് റിസോഴ്സസ് എല്ലാം ഡീഅലോക്കേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഒരു കാര്യമേ ഉള്ളൂ. ഈ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കണക്ഷന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ്, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ റിസോഴ്സസും നേരത്തെ അലോക്കേറ്റ് ചെയ്ത് വയ്ക്കും. അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ നോഡുകൾക്കാർക്കും ആ സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ റിസോഴ്സസിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും. Okay, so the other nodes need to wait for the resources that is allocated by A and M. That is the only issue that is finding in the circuit switched network. Okay. ഇതിൻ്റെ എഫിഷ്യൻസിയാണ് പറയുന്നത്. It is not as efficient as the other type of network because the resources are allocated during the entire duration of the connection. ആ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുന്നത് വരെ ആ റിസോഴ്സസ് അവിടെ തന്നെ നിൽക്കും. These resources are unavailable to other connections. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ റിസോഴ്സസ് വേറെ ആർക്കും ഉപയോഗിക്കാൻ പറ്റാതെ വരും. ഓക്കെ, ദിസ് ഈസ് ദ പ്രോബ്ലം. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിലേ ആണ് പറയുന്നത്. ഇവിടെ ഡിലേ കുറച്ച് കൂടുതലല്ല, കാരണം കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇതുണ്ടാവും, പിന്നെ ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടൊരു ഡിലേ ഉണ്ടാവും, പിന്നെ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഡിലേ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 3 രീതിയിൽ നമുക്ക് ഡിലേ വരികയാണ്. ഓക്കെ, നമ്മൾ വെറുതെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയല്ല, ആ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഓക്കെ, കണക്ഷൻ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ആദ്യം കണക്ഷൻ വേണ്ടി റിക്വസ്റ്റ് എയിൽ നിന്ന് ബിയിലോട്ട് പോകുന്നു, ബി അതിൻ്റെ അക്നോളജ്മെൻറ്റ് തിരിച്ച് കൊടുക്കുന്നു. അതിനുശേഷം മാത്രമേ ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നുള്ളൂ. ഡാറ്റ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് ഡിസ്കണക്ഷൻ കൊടുക്കണമെങ്കിൽ ഓരോ സ്വിച്ചിനും ആ മെസ്സേജ് പാസ് ചെയ്ത് കൊടുക്കണം, റിസോഴ്സ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ഇത്രയും ഡിലേ ഇതിനകത്ത് വരുന്നു. ഓക്കെ, so total time delay for a circuit switched network is the
delay that is taken during the connect setup phase, data transfer phase and the tear down phase. ഓക്കെ, ഇതാണ് സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്കിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് അടുത്ത സെഷനിൽ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ ഡാറ്റാഗ്രാം നെറ്റ്വർക്ക് ഓർ ദ പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്ക്. ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ പഠിക്കാം. താങ്ക് യു.